ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റമദാനിലും അതല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാനിലേക്ക് ഏകദേശം 200 ഗ്രാമോളം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ള ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് കുറച്ച് ബോണോട് കൂടിയിട്ടുള്ളതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 200 ഗ്രാം ചിക്കനിലേക്ക് 4 കപ്പ് വെള്ളം തന്നെ മതിയാകും. അതായത് 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ക്യാരറ്റാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു സവാളൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സൈസുള്ള സവാളയാണെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എൻ്റെ അത് വലിയതായതിനെ കൊണ്ടാണ് ഞാൻ പകുതി ചേർത്തത് കേട്ടോ. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണ് ഞാൻ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുണ്ടല്ലോ റിഫൈൻഡ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നെയ്യൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോകും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്ക് ചേർത്തെടുക്കുന്നത് ഒരു ചിക്കൻ്റെ ക്യൂബാണ് കേട്ടോ. മാഗി ക്യൂബും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സൂപ്പിന് കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഉണ്ടല്ലോ ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വെച്ചെടുത്താൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാണ് സമയം കൊണ്ട് തന്നെ ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയില്ലാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ഞാനിതാ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് വേവണ സമയം കൊണ്ട് ഈ ഒരു 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ഏകദേശം ഒരു 14 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ചിക്കൻ്റെ പീസസ് മുഴുവനായിട്ടും ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലത്തെ എല്ല് മുഴുവനായിട്ടും ഒഴിവാക്കണം. അതേപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ചിക്കൻ്റെ പീസ് മുഴുവനായിട്ടും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതാ ഞാൻ ചിക്കന് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ല് മുഴുവനായിട്ടും ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം സോയാ സോസാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റെഡ് ചില്ലി സോസാണ്. അതും 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്താ പറയുക, ഇതിൽ കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു അളവിലേക്ക് ഈ 2 അതായത് സോയാ സോസും റെഡ് ചില്ലി സോസും മൊത്തത്തിൽ 2 ടീസ്പൂൺ വെച്ച് 2 ടീസ്പൂൺ മതിയിട്ട്, അതായത് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അല്ലാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് കട്ട കുത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സും നല്ലോണം ഇളക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒറ്റയടിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണെന്നെങ്കിൽ മൊത്തത്തിൽ കട്ട കുത്തി പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ആയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മളത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചെറുനാരങ്ങൻ്റെ നീരാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ നാരങ്ങ അതിനെക്കൊണ്ട് തന്നെ ഞാനൊരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ നാരങ്ങ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ. പിന്നെ എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റാർട്ടർ ഐറ്റം അതുപോലെ തന്നെ ഏതൊരു പാർട്ടിക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പാണത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ സൂപ്പ് റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ സൂപ്പ് എപ്പോഴും സെർവ് ചെയ്യുന്നത് നല്ല ചൂടോട് കൂടി ആയിരിക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് തന്നെ നല്ല അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.